ആദ്യം ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജും ക്യാരറ്റും പിന്നെ നമ്മൾ അരമുറി തേങ്ങയും 4 പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇവിടെ ഞാനൊരു 350 ക്യാബേജും ഒരു വലിയൊരു ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ കൂട്ടി തന്നെ വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വേവിക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് വേണം വേവിക്കാൻ. നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം അതിനുശേഷം നമുക്കിതൊന്നൊരു പാത്രം വെച്ച് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം ഇവിടെ നന്നായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ആവശ്യത്തിന് വേവായിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ഇറക്കാം. അപ്പോൾ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം ഇറക്കാൻ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാബേജ് റെഡി.